പിന്നെന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത്? പിന്നെന്തിനാണ് നിക്കാഹിന് പോയത്? ആ പെണ്ണിന്റെ ജീവിതവും നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കരയുമ്പോൾ, ആ അടക്കമെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു പ്രിയപ്പെട്ട സഹോദരന്റെ മരണപ്പെട്ടു പോയ സഹോദരന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ, ഇയാൾക്ക് രോഗമായിരുന്നോ എന്ന് നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എന്റെ വീട്ടില് ഞങ്ങള് 4 പെൺമക്കളാ, ഞങ്ങള് 4 പെൺമക്കളായിരുന്നു ഉസ്താദേ. എനിക്ക് വാപ്പച്ചിയില്ല. എന്നെ എന്റെ ഉമ്മ പ്രസവിച്ചതോടെ വാപ്പച്ചി മരിച്ചുപോയി. എന്റെ ഉമ്മയാണ് എന്റെ 3 യുക്തമാരെയും നിക്കാഹ് ചെയ്യിപ്പിച്ചേക്കാൻ ഓടി നടന്നത്. എല്ലാ പള്ളികളിലും പോകുമായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ജുമഅത്ത് പള്ളിയുടെ മുമ്പിൽ വരെയും വന്നിട്ടുണ്ടാവും. നമ്മൾ അറിയില്ലല്ലോ, നമുക്ക് നേരമില്ലല്ലോ. ജുമാ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയിട്ട് ദുനിയാവിന്റെ കാര്യത്തിനിറങ്ങി ഓടുമ്പോ കർച്ചീപ്പും പിരിച്ച് മുമ്പിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ. അങ്ങനെ ആ പെങ്ങള് പറയുന്നു, എന്റെ 3 ഇത്തച്ചിമാരെയും എന്റെ ഉമ്മയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ പള്ളികളിൽ പോയി ഓരോരുത്തരെയും കണ്ടു പണപ്പിരിവ് നടത്തിയിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഉമ്മ അടുത്തു വന്നിരുന്നു പലപ്പോഴും കരയാറുണ്ട്. അവസാനം എന്റെ നിക്കാഹിന്റെ സമയമായപ്പോ, ഉസ്താദേ, എന്റെ ഉമ്മിച്ചാന്റെ കാല് മുറിച്ചു. ഷുഗർ ബാധിച്ചുകൊണ്ട് എന്റെ ഉമ്മാന്റെ കാല് മുറിച്ചു. മറ്റേ കാലും സുഖമില്ലാത്തത് കൊണ്ട് ഇനി വടിവിണ്ട് പോലും നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്റെ ഉമ്മ ഒറ്റപ്പെട്ടുകൊണ്ട് വീടിനകത്ത് കഴിഞ്ഞു. ഉസ്താദേ, എന്നും എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയും, നീ ഭാഗ്യം കെട്ടവളാണ് പെണ്ണേ. നിന്നെ പ്രസവിച്ചതിന്റെ അന്ന് വാപ്പ മരിച്ചില്ലേ? നിന്റെ നിക്കാഹിന് സമയമായപ്പോ എന്റെ കാല് പോയില്ലേ? ഇനി എങ്ങനെയാണ് മോളെ പുര നിറഞ്ഞു നിൽക്കുന്നതിനെ പറഞ്ഞു വിടുക എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ, ഉസ്താദേ, ഒരുപാട് ദിവസം ഞാൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ ഈമാനില്ലാതെ മരിച്ചുപോയി നരകം കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അവസാനം എന്നോടൊരു സുഹൃത്ത് വന്നു പറഞ്ഞു, പെണ്ണേ, സ്ത്രീധനം വേണ്ട, കൈമണി വേണ്ട, അച്ചാരം വേണ്ട, ഒരു നിക്കാഹിന് ഒരുങ്ങിക്കോ. ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ടാൽ 1 രൂപ പോലും വാങ്ങാതെ നിന്നെ കെട്ടാനൊരുക്കമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു. അന്ന് എന്നെ കാണാൻ ഈ രോഗം പിടിച്ച സഹോദരനാണ് വന്നത്. കണ്ടിഷ്ടപ്പെട്ടിട്ട് അവസാനം എന്നോട് അയാള് പറഞ്ഞു, പെണ്ണേ, ഏത് സമയത്തും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചികിത്സ നിർത്തിയ ശരീരമാണ് എന്റേത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മരിച്ചു പോകാ. 3 വർഷം വരെ ഡോക്ടർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എനിക്കും നിനക്കുമാരി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാ. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ഭാര്യ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ടൊരു കുഞ്ഞിനെ തന്നാ, എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കുഞ്ഞ്, ഇതാണ് എന്റെ ആഗ്രഹം. നിനക്ക് നിക്കാഹിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണു പറയും, ഉസ്താദേ, എന്റെ ഉമ്മയോട് പറയാറ്, എന്റെ ഇത്തമാരോട് രോഗത്തിന്റെ കാര്യം പറയാറ്, ആരോടും പറയാറ്, അള്ളാഹു ചിലപ്പോ രോഗം മാറ്റിക്കൊടുത്തെങ്കിലോ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്ത് ഞാൻ ആ നിക്കാഹിന് സമ്മതം മൂളി. ഉസ്താദേ, അവിടെയും അള്ളാഹു എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് ആ പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 3 കോടി രൂപയ്ക്ക് മക്കളുടെ കല്യാണത്തിന് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പണക്കൊതിയന്മാര് പഠിച്ചോ. ആ പാവപ്പെട്ട പൊന്നുമോള കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ ശാപം നമ്മുടെ തലയൊന്ന് പോകൂല പണക്കൊതിയന്മാരെ. അള്ളാഹു
എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഇത് നൗഷാദ് ബാക്കവി പറയുമ്പോ ഈ സംഘടന എതിർക്കുന്ന ചില ആൾക്കാർ പറയും, ബാക്കവിക്കത് പറയാ ഉസ്താദുമാരാണ് പണം കൊണ്ട് കല്യാണം നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരാണ്, എന്റെ മുമ്പിൽ ഇന്നലെയും ഇന്നുമായി നിറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എന്റെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കാ. വാപ്പ മരിച്ചുപോരാ, പാവപ്പെട്ട സൗന്ദര്യമില്ലാത്ത 4-5 പെൺമക്കളെ കൊണ്ട് പൊറുതിമുട്ടിപ്പോര കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് നൗഷാദ് ബാക്ക വിവാഹം കഴിച്ചത്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? ഇതെന്തിനാണ് പറയുന്നതെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കാൻ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരുടെ മനസ്സിന്റെ കത്ത് പാവപ്പെട്ടവരോടൊരു കനിവ് തോന്നാ, സാധുക്കളോടൊരു കനിവ് തോന്നാൻ വേണ്ടിയാ പറയുന്നത്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് പറയാനുണ്ട്. 6ാമത്തെ കവാടം, നരകത്തിന്റെ 6ാമത്തെ കവാടത്തിന്റെ പേര് ഹാവിയ എന്നാണ്. അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഹാവിയ എന്ന നരകമാണ്. നന്മയും തിന്മയും അല്ലാഹു തൂക്കി നോക്കുമ്പോൾ തിന്മയുടെ ഭാരം കൂടുതലും നന്മയുടെ ഭാരം കുറവും ആർക്കാണോ അവർക്കാണ് ഹാവിയ എന്ന നരകം അല്ലാഹു കൊടുക്കുന്നത്. 7ാമത്തെ നരകത്തിന്റെ കവാടത്തിന്റെ പേര്. അപ്പൊ ഈ നന്മയുടെ ഭാരം കൂടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയും ചെയ്യണം. തിന്മയുടെ ഭാരം കൂടാൻ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തിന്മയുടെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നത് തിന്മയുടെ ഭാരം കൂട്ടും. ഇന്ന് പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് രാഷ്ട്രീയ ചർച്ച, പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് വസ്തു കച്ചവടം. ഇനി മറ്റേ വസ്തു എന്തരാടെ, ഇതിന്റെ എന്തരാടെ, 50,000 ഇങ്ങോട്ട് താടെ, 25,000 അങ്ങോട്ട് താടെ, ഇതൊക്കെ പള്ളിക്കകത്തിരുന്ന. ഇത് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നന്മ തിന്മ തൂക്കുമ്പോൾ തിന്മയുടെ ഭാരം ഒരുപാട് കൂടുന്നതിന് കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്വത്ത്, അനാഥ മക്കളുടേത്, മുത്തഅല്ലിമീങ്ങളുടെ പൈസ, ഉസ്താദുമാരുടെ പൈസ, ഇതൊക്കെ വെട്ടി വിലുങ്ങി വയറ് വലുതാക്കി നടക്കുമ്പോൾ വയറ് വളരുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിൽ വളരുന്നത് നമ്മുടെ തിന്മയുടെ ത്രാസായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. 7ാമത്തെ കവാടം ജഹീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയത് ജഹീം എന്ന നരകത്തെ ഭയന്നുകൊണ്ടാണ്. ആരാണതിൽ കടന്നു പോകുന്നത്? വല്ലദീന കഫറൂ വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. അവിശ്വസിക്കുന്നവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരും ജഹീം എന്ന നരകത്തിന്റെ ഉടമകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് മനുഷ്യർ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരവും ഒക്കെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ലാ എന്ന് പറയുന്ന ഗസാലി ഇമാമിന്റെ ഒരു മഹത്താര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം പഠിച്ചാൽ അതിനകത്ത് കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, ഇമയെ കുറിച്ച്, കണ്ണുനീരിനെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച് ഒരുപാട് ദൃഷ്ടാന്തങ്ങള്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. നാഥൻ നമ്മെ മനസ്സിലാക്കി നമുക്ക് ജീവിച്ച് അള്ളാന്റെ പൊരുത്തം വാങ്ങാൻ തൗഫീക്ക് തരുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും ഇരുന്നു കൊണ്ട് തന്നെ 33 സലാത്ത് ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നാഥൻ സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ആരും ഒഴിവാക്കരുത്. ഇത്രയും പേര് ചൊല്ലുമ്പോൾ ഇതൊരു വലിയ സമ്മാനമാണ് നിബിധങ്ങൾക്ക്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അതിനെല്ലാവരും ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു